ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് ഫിസിയോളജി ബയോകെമിസ്ട്രി മെയിൻ ഫോക്കസ് ചെയ്തിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. കാരണം മുമ്പിട്ട രണ്ട് വീഡിയോസിൽ വന്ന കമന്റ്സ് ഫിസിയോളജി അതുപോലെ തന്നെ ബയോകെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഫിസിയോളജിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത വീഡിയോയിൽ ബയോകെമിസ്ട്രിനെ പറ്റി പറയാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫിസിയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പറയുന്നത് ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫിസിയോളജിക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്ന് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടാണെങ്കിൽ എന്റെ കോളേജിൽ നിന്ന് നമുക്ക് ഫിസിയോളജിയിലെ ഓരോ ചാപ്റ്റേഴ്സിലെ ഓരോ ടോപ്പിക്സിനായിട്ട് നമുക്ക് നല്ല PPT പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടില്ല. മെയിൻ ആയിട്ട് ഈ PPT തന്നെയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. സോ നിങ്ങൾക്കിപ്പോ അങ്ങനത്തെ അതായത് ഒരു ടോപ്പിക്സിലെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന പോകുന്ന ഒരു നോട്ട്സ് നിങ്ങളെ കോളേജിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ വായിച്ചാൽ മതിയായിരിക്കും. അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്ന് നിർബന്ധമില്ല. അതല്ല, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തന്നെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ പഠിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം സെക്കൻഡ് ഇയർ തൊട്ട് എന്തായാലും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തന്നെയാണ് പഠിക്കുന്നത്. പെത്തോളജി ആയാലും മൈക്രോബയോളജി ആയാലും ഫാർമക്കോളജി ആയാലും. ഇപ്പൊ ഞങ്ങൾ തേർഡ് ഇയർ ആകുമ്പോൾ ഫോറൻസിക് മെഡിസിനും കമ്മ്യൂണിറ്റി മെഡിസിനും എല്ലാം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് നോട്ട്സ് ആയിട്ട് എല്ലാ ടോപ്പിക്സിന്റെയും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ തന്നെ വായിച്ചിട്ട് പോയിന്റ്സ് പിക്ക് ചെയ്യണം. അപ്പൊ അതിപ്പോ നിങ്ങൾക്ക് ഇപ്പോഴേ പ്രാക്ടീസ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. അതല്ല, നിങ്ങൾക്ക് എല്ലാം കൂടെ അതായത് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് PPT നോക്കി ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ തരുന്ന PPT തന്നെ വൃത്തിയായിട്ട് വായിച്ചാൽ മതിയാവും. ഞാനാണെങ്കിൽ ഇപ്പൊ എന്നോട് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അതാണെങ്കിൽ ഞാൻ ടെലിഗ്രാം പേജിൽ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അതും വേണമെങ്കിൽ നോക്കിയിട്ട് സംഭവം പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ഫിസിയോളജിനെ പറ്റി ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ PPTയില് നോട്ട്സ് ഉണ്ട്, പോയിന്റ്സ് ഉണ്ട്, എല്ലാം കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫുൾ ഇങ്ങനെ കാണാതെ പഠിക്കുന്ന ഒരു രീതിയായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ അനാറ്റോമി ഒക്കെ നമ്മൾ കുറെ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഫിസിയോളജിക്ക് നമ്മൾ അങ്ങനെ ചെയ്യരുത്. കാരണം ഫിസിയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഓരോ ഓർഗൻസ് ഫങ്ഷൻ എങ്ങനെയാണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. സോ അത് നമ്മൾ നല്ല രീതിയിൽ കൺസെപ്റ്റ് തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് എല്ലാം കൂടെ ഇങ്ങനെ കാണാതെ പഠിക്കാം, എല്ലാ നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതിരുന്ന് കാണാതെ പഠിച്ച് എഴുതാം, അങ്ങനെ വെക്കരുത്. ഫിസിയോളജി നിങ്ങൾ നല്ല വീഡിയോസും നല്ല കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ്സിലെ ലെക്ചേഴ്സ് ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി അടുത്ത ഫിസിയോളജിയുടെ ആൻസർ പ്രസന്റ് ചെയ്യേണ്ട രീതിയാണ്. അതും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ്. മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ടോപ്പിക്സിലെ ഹെഡിങ്സിന്റെ എണ്ണം മാക്സിമം കൂട്ടുക. പിന്നെ നമുക്ക് ഫിസിയോളജിയിൽ കുറെ പാത്വേ ഉണ്ട്, പാത്തോ ഫിസിയോളജി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട്. സോ ഇതെല്ലാം ഒരു ഫ്ലോ ചാർട്ടിന്റെ രീതിയിൽ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഫിസിയോളജി ഫ്ലോ ചാർട്ട് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫ്ലോ ചാർട്ടിലുള്ള കാര്യങ്ങൾ ഒരു ഡയഗ്രാം കൂടെ വരച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആവും. ഇപ്പൊ നമ്മൾ അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പോർഷന്റെ അകത്ത് നമ്മളെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കുണ്ടല്ലോ, അതില് ഫ്ലോ ചാർട്ടും അതിന്റെ കൂടത്തിൽ തന്നെ ആ ഫ്ലോ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡയഗ്രാം ഒക്കെ ഉണ്ട്. അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിരിക്കും, നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി നല്ല ഈസി ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ മാക്സിമം ഹെഡിങ്സ്, ഫ്ലോ ചാർട്ട്, ആ ഫ്ലോ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡയഗ്രാംസ്, ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഫിസിയോളജിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ. അല്ലെങ്കിൽ ഫിസിയോളജിക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഫൈനൽ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിയോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിന് മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സബ്ജക്റ്റും അതെ, മെയിൻ ആയിട്ട് ഫിസിയോളജിയിലാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നു പോവുക, പഠിച്ചെല്ലാം മറന്നു പോകുക. കാരണം ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ ഹെമറ്റോളജി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ജനറൽ ഫിസിയോളജി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, പിന്നെ ഏതെങ്കിലും കോളേജിൽ പല പല സിസ്റ്റംസ് ആയിരിക്കും. ചിലർ GIT ആയിരിക്കും, റീനൽ ആയിരിക്കും, പല സിസ്റ്റംസ് ആയിരിക്കും. ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. എല്ലാം കൂടെ ഒരു അവ്യല് പരിവാവും. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ ഇന്റേണൽ എക്സാമിന്റെ സമയത്ത് റീനൽ സിസ്റ്റം പഠിച്ച് GIT പഠിച്ചത് എല്ലാം കൂടെ ആയിട്ട് കൺഫ്യൂസ്ഡ് ആയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. സോ ഇതിനിപ്പോ ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ, റിവിഷൻ. നമ്മൾ നല്ല പോലെ പഠിച്ച കാര്യങ്ങൾ പിന്നെയും പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാനൊക്കെ PPT നോക്കിയിട്ട് തന്നെയായിരുന്നു മോസ്റ്റ്ലി പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ വന്നിട്ട് ഒരു ടോപ്പിക് ഇരുന്ന് വായിക്കും.
വായിക്കും. അത് നല്ല വൃത്തിക്കിരുന്ന് വായിക്കും. അപ്പൊ നമുക്ക് തോന്നും ഓക്കെ എല്ലാം ഓർമ്മയുണ്ടെന്ന്. പക്ഷെ ഒന്നും ഓർമ്മ ഉണ്ടാവത്തില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ബയോകെമിസ്ട്രിയോ അനാറ്റോമി ഏതെങ്കിലും ടോപ്പിക്സ് വായിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് മിനിറ്റ് എന്ന് പറയുന്നത് ഇന്നലെ പഠിച്ച കുറച്ച് ടോപ്പിക്സ് റിവൈസ് ചെയ്യാനും ഒന്നുകൂടി ജസ്റ്റ് വായിച്ചു നോക്കാനും കൂടെ കുറച്ച് ടൈം കൊടുക്കുക. അങ്ങനെ ചെയ്തു പോകുമ്പോഴേക്കും കുറച്ചുകൂടെ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും നോക്കാവുന്ന രീതിയിൽ വെക്കരുത്. സമയം കിട്ടുന്ന അനുസരിച്ച് വെറുതെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഭയങ്കര ടൈം എടുത്ത് പഠിച്ചില്ലെങ്കിൽ ജസ്റ്റ് ആ PPT ഒന്ന് വായിച്ചു നോക്കുക. അതൊന്നുമില്ല, നമ്മൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാ, ഉറക്കമൊന്നും വരുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മുമ്പ് വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്സിന്റെ PPTയോ നോട്ട്സ് ഒക്കെ ഇരുന്ന് ഫോണിൽ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ ഫോട്ടോസ് എടുത്തിട്ട് നിങ്ങൾ ഫോണിൽ നോക്കി കിടക്കുന്ന സമയത്ത് ജസ്റ്റ് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ട്. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് നമ്മൾ മറന്നു പോവാണ്, പണ്ട് ഓർമ്മയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒത്തിരി റിവൈസ് ചെയ്യണം. എന്റെ കോളേജിൽ കയറുന്ന സമയത്ത് നമുക്ക് കുറെ എക്സാംസ് ഇടുമായിരുന്നു. കുറെ എക്സാംസ്, സർക്കിലി എക്സാം, മന്ത്ലി എക്സാം, ഇന്റേണൽ എക്സാം എന്ന് പറഞ്ഞിട്ട് കുറെ എക്സാംസ് ഇടുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടോപ്പിക്സ് തന്നെ കുറെ തവണ വായിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഒക്കെ ആയ സമയത്ത് നമുക്ക് അത്യാവശ്യം ഓർമ്മയുണ്ടായിരുന്നു. വലിയ രീതിയിൽ വലിയ ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ റിവൈസ് ചെയ്യാണ് ഏറ്റവും നല്ല വഴി മറന്നു പോകാതിരിക്കാൻ വേണ്ടി.